ടിബറ്റിലുണ്ടായ ഹിമപാതത്തെ തുടർന്ന് നേപ്പാളിലുണ്ടായ വൻ പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ചൈന അതിർത്തിക്കടുത്ത് നിർമ്മിക്കുന്ന കൂറ്റൻ ഡാമിനെതിരെ മുന്നറിയിപ്പുമായി വിദഗ്ധർ രംഗത്ത്. അരുണാചൽ പ്രദേശ് അതിർത്തിയോട് ചേർന്നുള്ള അതീവ ഭൂകമ്പ സാധ്യതാ മേഖലയായ മെഡോക് കൗണ്ടിയിൽ ചൈന നിർമ്മിക്കുന്ന 60,000 മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതിയുടെ മെഗാ ഡാമിനെതിരെയാണ് ഭൗമശാസ്ത്രജ്ഞ തന്ത്രജ്ഞ വിദഗ്ധർ കടുത്ത ആശങ്ക ഉയർത്തുന്നത്. ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്ന യാലുങ് സാങ്പോ നദിയിൽ ചൈന നിർമ്മിക്കുന്ന മെഡോക് ജലവൈദ്യുത പദ്ധതി സജീവമായൊരു ഭൂകമ്പ ഫോൾട്ട് ലൈനിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചൈനീസ് സർക്കാരിന്റെ തന്നെ പഠനങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2023 പ്രവർത്തന സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന ഈ ഭീമൻ ഡാം ഭാവിയിൽ പൊട്ടുകയോ തകരുകയോ ചെയ്താൽ അത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാക്കുന്ന ജലബോംബായി മാറുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ചെറിയ ചലനം പോലും ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ പ്രളയത്തിന് കാരണമായെങ്കിൽ ഹിമാലയൻ ഭൂകമ്പ മേഖലയിൽ ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാം എത്രത്തോളം അപകടകരമാണെന്ന് ലോകം ചിന്തിക്കണം. ഈ പദ്ധതി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളെയും ബംഗ്ലാദേശിനെയും തകർത്തെറിയാൻ ശേഷിയുള്ളതാണ് എന്നാണ് തന്ത്രജ്ഞനും ഭൗമരാഷ്ട്രീയ വിദഗ്ധരുമായ ബ്രഹ്മചെല്ലാനി മുന്നറിയിപ്പ് നൽകിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ ചൈനയോട് ആവശ്യപ്പെടണമെന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഡാം നിർമ്മാണം പൂർത്തിയായാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളിൽ സമാനതകളില്ലാത്ത പ്രളയ ദുരന്തത്തിന് സാധ്യതയുണ്ടെന്ന് മുൻ ഇന്ത്യൻ അംബാസഡർ രാജീവ് ഡോഗ്രയും മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ സംഗമിക്കുന്ന അതീവ അപകട സാധ്യതയുള്ള ഈ മേഖലയിൽ ചൈന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ വലിയ സുരക്ഷാ ഭീഷണിയാകുമെന്നാണ് വിലയിരുത്തൽ. ഏകദേശം $167 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന മെഡോക് ഡാം പൂർത്തിയാകുന്നതോടെ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി നിലയമായ ചൈനയിലെ ത്രീ ഗോർജസ് ഡാമിനെ മറികടക്കും. സിഡ്നി ആസ്ഥാനമായുള്ള ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ത്രീ ഗോർജസ് ഡാമിനേക്കാൾ 3 ഇരട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇതിന് ശേഷിയുണ്ടാകും. എന്നാൽ ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ജിയോളജിക്കൽ സർവേയുമായി ബന്ധപ്പെട്ട ഭൗമശാസ്ത്രജ്ഞർ നടത്തിയ പഠനം പദ്ധതിയുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നു. ചൈന ജിയോളജിക്കൽ സർവേയുടെ മേൽനോട്ടത്തിൽ പുറത്തിറങ്ങുന്ന സെഡിമെന്ററി ജിയോളജി ആൻഡ് തെത്യൻ ജിയോളജി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് പ്രകാരം മെഡോക് ഡാം നിർമ്മിക്കുന്ന സ്ഥലത്തിന് തൊട്ടു താഴെയായി അതീവ സജീവമായ പൈഷൻ ഫോൾട്ട് എന്ന ഭ്രംശരേഖ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ ജലവിവരങ്ങൾ യഥാസമയം പങ്കുവയ്ക്കുന്ന സമഗ്രമായ നദീജല പങ്കിടൽ കരാറിന്റെ അഭാവം മെഡോക് ഡാം വിഷയത്തിലെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. ഭൂകമ്പ സാധ്യത ഏറിയ മേഖലയിലാണ് ഈ ജല ബോംബ് സ്ഥിതി ചെയ്യുന്നത് എന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നതാണ്. ടിബറ്റിൽ നിന്ന് ഒഴുകിയെത്തുന്ന യാലുങ് സാങ്പോ നദി അരുണാചൽ പ്രദേശിൽ സിയാങ് എന്നും ആസാമിലൂടെ ഒഴുകുമ്പോൾ ബ്രഹ്മപുത്ര എന്നും അറിയപ്പെടുന്നു. തുടർന്ന് ഇത് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു. നാംച പർവ പർവ്വതത്തിനു ചുറ്റും നദി വലിയൊരു യൂട്ടേൺ എടുക്കുന്ന അതീവ ദുർഘടമായ മലയിടുക്കിലാണ് ചൈന ഈ മെഗാ ഡാം നിർമ്മിക്കുന്നത്. ഈ മേഖലയിൽ 5 ഹൈഡ്രോ പവർ സ്റ്റേഷനുകൾ ശ്രേണിയായി നിർമ്മിക്കാനാണ് ചൈനയുടെ പദ്ധതി. ഡാം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ബ്രഹ്മപുത്രയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനുള്ള അധികാരം പൂർണ്ണമായും ചൈനയുടെ കൈകളിലാകും. ബ്രഹ്മപുത്രയിലെ ഭൂരിഭാഗം ജലവും ഇന്ത്യയിലെ പോഷക നദികളിൽ നിന്നാണ് എത്തുന്നതെങ്കിലും ഒഴുക്കിന്റെ അളവിലോ സമയത്തിലോ ചൈന വരുത്തുന്ന മാറ്റങ്ങൾ അരുണാചൽ പ്രദേശിനെയും ആസാമിനെയും സാരമായി ബാധിക്കും. അതിശക്തമായ മഴയുള്ള സമയങ്ങളിൽ ഡാമിലെ റിസർവോയറുകളിൽ നിന്ന് വലിയ തോതിൽ വെള്ളം തുറന്നുവിട്ടാൽ താഴ്വാരങ്ങളിൽ വൻ പ്രളയത്തിന് കാരണമാകും. വേനൽക്കാലത്ത് വെള്ളം തടഞ്ഞുവെച്ചാൽ കൃഷി, മത്സ്യബന്ധനം, കുടിവെള്ള ലഭ്യത എന്നിവ താറുമാറാകും. അണക്കെട്ടിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ഒഴുക്കിവിട്ടാൽ സിയാങ് തീരത്തെ ആദിവാസി ഗോത്ര ജനവിഭാഗങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അത് അപകടത്തിലാക്കും. അതിർത്തി കടന്നൊഴുകുന്ന നദികളിൽ ചൈന നിർമ്മിക്കുന്ന കൂറ്റൻ ഡാമുകൾ ബെയ്ജിങ്ങിന് വലിയ തോതിലുള്ള തന്ത്രപ്രധാനമായ മുൻതൂക്കം നൽകുമെന്നത് ഇന്ത്യയുടെ പ്രധാന ആശങ്കകളിലൊന്നാണ്. ഇരു രാജ്യങ്ങളും പങ്കിടുന്ന നദികളുടെ ഉയർന്ന പ്രദേശങ്ങളിൽ ചൈന നടത്തുന്ന വൻകിട ജലവൈദ്യുത പദ്ധതികൾക്കെതിരെ ഇന്ത്യ നേരത്തെ തന്നെ കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നു. ഇന്ത്യയിലേക്കുള്ള ജലവിതരണം ചൈന മനഃപൂർവ്വം പൂർണ്ണമായി തടസ്സപ്പെടുത്തുമെന്നതിനേക്കാൾ തന്ത്രപ്രധാനമായ ഒരു നദിയുടെ നിയന്ത്രണം ചൈനയുടെ കൈകളിൽ എത്തുന്നത് താഴ്വാരങ്ങളിലേക്കുള്ള ജലപ്രവാഹത്തിന്റെ വലിയ സ്വാധീനം ചെലുത്താൻ അവർക്ക് കരുത്ത് നൽകുമെന്നതാണ് പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നത്. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് നദിയിലെ ജലപ്രവാഹത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനങ്ങളെ നേരിടാൻ ഇന്ത്യയും ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ടിബറ്റിലെ ചൈനയുടെ അണക്കെട്ട് നിർമ്മാണത്തെ പ്രതിരോധിക്കുന്നതിനും ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിനുമായി അരുണാചൽ പ്രദേശിലെ സിയാങ് നദിയിൽ 11,000 മെഗാവാട്ട് ശേഷിയുള്ള സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രൊജക്ട് എന്ന ഭീമൻ പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ടു പോവുകയാണ്.